അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഖുർആൻ അകമ്പൊരുൾ എന്ന ശ്രീനാരായണീയ വ്യാഖ്യാനം, അതിൽ സൂറത്ത് ബഖറയിലെ 85-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം എത്ര വികലമായാണ് മുസ്തഫ കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം. സുമ്മ അൻതും ഹൗലാഇ തഖ്തുലൂന അൻഫുസക്കും, എന്നിട്ടും നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കുന്നു. തഖ്തുലൂന അൻഫുസക്കും, ഇവിടെ ഖുർആൻ തുഹ്ലികൂന അൻഫുസക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കുന്നു എന്നങ്ങനെയാണെങ്കിൽ അർത്ഥം പറയാം. ഇവിടെ തഖ്തുലൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നു എന്നാണ്. അതിനാണ് നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കുന്നു എന്ന് അദ്ദേഹം അർത്ഥം പറഞ്ഞത്. തുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, അവിടെ അതിൻ്റെ നേരെ അർത്ഥം തന്നെ പറഞ്ഞാണ്, നിങ്ങളിൽ ചിലരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു. എന്നിട്ട് പിന്നീട് പറയുന്നത് വഇൻ യഅ്തൂകും ഉസാറാ തുഫാദൂഹും, അവർ നിങ്ങളുടെ അടുത്ത് നിസ്സഹായരായി വന്നാൽ, അവർ നിസ്സഹായരായി നിങ്ങളെ സമീപിച്ചാൽ അവരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു. ഇവിടെ ഉസാറ അസീർ എന്ന് പറഞ്ഞാൽ ബന്ധിതനാണ്, നിസ്സഹായനല്ല. മഹ്ദൂലാണ് യഥാർത്ഥത്തിൽ നിസ്സഹായൻ. നിസ്സഹായനും ബന്ധിതനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ മുസ്തഫ അർത്ഥം പറയുന്നത്, അവർ നിസ്സഹായരായി നിങ്ങളെ സമീപിച്ചാൽ തുഫാദൂഹും, നിങ്ങളവരെ മോചിപ്പിക്കുന്നു എന്നാണ് നേർക്കുന്നതിനർത്ഥം. അതിന് മുസ്തഫ പറയുന്ന അർത്ഥം അവരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? മുസ്തഫ ഖത്ല് എന്നതിന് നശിപ്പിക്കുക എന്ന് അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന് ജൂതന്മാരുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാവണമെന്നില്ല. ചരിത്രമൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. ജൂതന്മാര് ഇതിൽ തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. ഈ വ്യാഖ്യാനത്തിൽ ജമാൽ കൊച്ചങ്ങാടി എഴുതുന്ന വേദശാസനകളിൽ ചിലത് അംഗീകരിക്കുകയും ചിലത് നിഷേധിക്കുകയുമാണോ എന്ന തലക്കെട്ടിൽ മുസ്തഫയുടെ വിവരണത്തിന് ശേഷം ജമാൽ കൊച്ചങ്ങാടി എഴുതുന്നുണ്ട്, സോളമൻ രാജാവിൻ്റെ പിൻഗാമികളുടെ കാലത്താണ് ഫലസ്തീൻ വടക്ക് ഇസ്രായേൽ എന്നും തെക്ക് ജൂദ എന്നും വിഭജിക്കപ്പെട്ടത്. അതോടെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. അപ്പോ ജൂദ എന്നും ഇസ്രായേൽ എന്നുമുള്ള രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇനി പറയുന്നില്ല. സ്വാഭാവികമായും രണ്ട് രാഷ്ട്രങ്ങൾ ശത്രുതയോടുകൂടി വിഭജിക്കപ്പെടുമ്പോൾ അതിന് ഒന്നാമതായിട്ടത് ആ വിഭജിക്കുന്നതിന് മുമ്പ് അവർക്കിടയിൽ യുദ്ധം ഉണ്ടാവും, അതിന് ശേഷവും യുദ്ധം ഉണ്ടാവാം. അങ്ങനെ അവര് ദുർബലരായപ്പോഴാണ് അസീരിയക്കാർ അവരെ രണ്ടു കൂട്ടരെയും പരാജയപ്പെടുത്തുകയും അവരെ ബന്ധിതരാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു സംഭവമാണ്. ഇനിയും യസ്രിബിൽ, അതായത് ഇന്നത്തെ മദീനയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഹിജറ ചെയ്തു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവിടുത്തെ അവസ്ഥ എന്താണ് ചരിത്രം രേഖപ്പെടുത്തിയത്? അവിടെ ഔസ് ഹദറജ് എന്ന് പറയുന്ന രണ്ട് അറബി ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, അൻസാറുകളുടെ. മദീനയിലെ ബനു കൈനുക്കാവ്, ബനു നദീർ, ബനു ഖുറൈള എന്നീ ഗോത്രങ്ങൾ അവർ ചേരി തിരിഞ്ഞ് ഒരു കൂട്ടർ ഹസറജിന്റെ കൂടെയും മറ്റൊരു കൂട്ടർ ഔസിന്റെ കൂടെയുമാണ് കൂടിയിരുന്നത്. അങ്ങനെ ഔസും ഹസറജും നീണ്ട യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളാണവ. ഏറ്റവും അവസാനത്തെ യുദ്ധം ബുആസ് യുദ്ധമാണ്. അപ്പൊ ഈ യുദ്ധങ്ങളിലൊക്കെ ഈ യഹൂദന്മാര് ഔസും ഹദറജ് ഇവർ രണ്ടു പക്ഷത്തും ചേർന്നിട്ട് അവരും യുദ്ധത്തിൽ പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ചിലർ വധിക്കപ്പെടും, ചിലർ ബന്ധിതരായി പിടിക്കപ്പെടും. അങ്ങനെ ബന്ധിതരായി പിടിക്കപ്പെടുമ്പോൾ പിന്നെ സംഭവിക്കൽ എന്താണ്? ഈ ബന്ധിതരെ മോചിപ്പിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഈ കൊല്ലുക എന്ന് പറയുന്ന, അതായത് സ്വന്തക്കാരെ കൊല്ലുക, ജൂതൻ ജൂതനെ തന്നെ കൊല്ലുക, ഇസ്രായേലിനെ തന്നെ കൊല്ലുക, ഇത് തൗറാത്ത് അനുസരിച്ച് നിഷിദ്ധമായിട്ടുള്ള സംഗതിയാണ്. അത് ഇന്നത്തെ ബൈബിൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്നാൽ അവർ ബന്ധിതരായാലോ, ഒരു യഹൂദൻ ഒരു ഇസ്രായേലി ബന്ധിതനായാൽ അയാളെ മോചിപ്പിക്കുക എന്നുള്ളത് മറ്റ് ഇസ്രായേലികളുടെ ബാധ്യതയാണ്. അതും തൗറാത്തിലെ നിയമമാണ്. അപ്പോൾ കൊല്ലരുത് എന്ന് പറഞ്ഞ നിയമം അവർ കാറ്റിൽ പറത്തുന്നു. എന്നാൽ ബന്ധിതരെ മോചിപ്പിക്കണം എന്നുള്ള നിയമം അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഖുർആന് അവരുടെ ഈ തെറ്റായിട്ടുള്ള രീതിയെ സംബന്ധിച്ച് അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. ഉമ്മാന്തും ഹൗലായി തഖത്തുലൂന അംഫുസക്കും കൂട്ടരെ, ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് കരാറ് വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്തതെന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നു. അതായത് നിങ്ങൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ട് നിങ്ങൾ പരസ്പരം കൊല്ലുന്നു. അതാണ് തഖത്തുലൂന അംഫുസക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ തുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങളിൽ ഒരു കൂട്ടരും മറ്റേ കൂട്ടരെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. എന്നിട്ട് നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് വൈയൗത്തുക്കും മുസാറ, അവർ ബന്ധിതരായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ തുഫാദൂഹും, നിങ്ങൾ അവരെ മോചനദ്രവ്യം നൽകി മോചിപ്പിക്കുന്നു. ഇവിടെ മുസ്തഫ തന്നെ പറയുന്നൊരു സംഗതി, മോചനം വാങ്ങുമെന്നാണ് വാജ്യാർത്ഥം. തുഫാദൂഹ് എന്ന് പറഞ്ഞാൽ മോചന ദ്രവ്യം വാങ്ങിയിട്ട് അവരെ വിട്ടയക്കും, അല്ലെങ്കിൽ മോചനദ്രവ്യം കൊടുത്തവരെ മോചിപ്പിക്കും. ഇതാണ് തുഫാദൂഹും എന്ന് പറഞ്ഞാൽ. മോചനദ്രവ്യം വാങ്ങും എന്നാണ് വാജ്യാർത്ഥം എന്നാണ് മുസ്തഫ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ തുഫാദൂഹും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ മോചിപ്പിക്കുന്നു എന്നാണ്, അല്ലാതെ മോചനദ്രവ്യം വാങ്ങുകയല്ല. കാരണം മോചനദ്രവ്യം വാങ്ങുക എന്നുള്ളത് യഹൂദൻ ബന്ധിതനായാൽ മോചനദ്രവ്യം വാങ്ങാൻ യഹൂദന് പറ്റും. ഒരാളെ മോചിപ്പിക്കാന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അപ്പോൾ ഇവിടെയും തെറ്റായിട്ടുള്ള അർത്ഥമാണ് മുസ്തഫ പറയുന്നത്. അപ്പോൾ മോചനദ്രവ്യം വാങ്ങും എന്ന് തെറ്റായിട്ട് അർത്ഥം പറയുന്നു. എന്നിട്ട് അതിന് പകരം അങ്ങനെ വാജ്യാർത്ഥം അങ്ങനെയാണെങ്കിലും സർവ്വവിധ ചൂഷണങ്ങളും അവർ ചെയ്തതായി ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ്. എവിടെ നിന്നാണ് മുസ്തഫയ്ക്ക് ഈ അർത്ഥം കിട്ടിയിട്ടുള്ളത് നമുക്കറിയില്ല. എന്താണ് ഇവിടുത്തെ ചൂഷണം അതും അറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആന് ഉപയോഗിച്ച പദത്തിന് തെറ്റായിട്ട് അർത്ഥം പറയുകയും എന്നിട്ട് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയുമാണ് മുസ്തഫ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് പറയുന്നത് ചരിത്രം ഇസ്രായേലിൽ ഒരു വിഭാഗത്തിൻ്റെതാണ്. ചതിയും വഞ്ചനയും കാപ്പട്യവും ആദർശമായി സ്വീകരിച്ച് എക്കാലവും നിഗൂഢമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. സയനിസ്റ്റുകൾ എന്ന് അവർ അറിയപ്പെടുന്നു. സയണിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ അടുത്ത കാലത്താണ് ലോകത്ത്, കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് രൂപപ്പെടുന്നത്. ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സയണിസം. ഇവിടെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഒരു സയണിസും ഇല്ല, ജൂതന്മാരാണുള്ളത്. അവർ ഇസ്രായേലിയർ എന്ന പേരിൽ അല്ലെങ്കിൽ യഹൂദ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അവർ തമ്മിൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും ആ യുദ്ധങ്ങളിൽ ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ കൊല്ലുന്നതും ബന്ധിതരാകുമ്പോൾ അവരെ മോചിപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഖുർആൻ എടുത്ത് പറയുന്നത്. അത് എന്നിട്ട് അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ വേദത്തിന്റെ ഒരു ഭാഗം വിശ്വസിക്കുകയും മറ്റേ ഭാഗം തള്ളിക്കളയുകയുമാണോ ചെയ്യുന്നതെന്ന് ഖുർആൻ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ വസ്തുതകളെ വാക്കുകളുടെ അർത്ഥം വരെ മാറ്റി പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ തൻ്റെ അകമ്പൊരുള് എന്ന് പറയുന്ന ഈ പൊരുളില്ല കഷായം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ളതാണ് വസ്തുത. ഇനി ഇവിടെ വഅതൈന ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്തി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ് 87-ാമത്തെ ആയത്തിന്റെ അർത്ഥം ഈ വഅതൈന ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്തി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ് എന്നിടത്ത് മറിയമിന്റെ പുത്രൻ ഈസാക്ക് നാം വ്യക്തമായ രേഖകൾ നൽകി, പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ നാം ശക്തിപ്പെടുത്തി,
ഇവിടെ ഈസാക്ക് നാം വ്യക്തമായ രേഖകൾ നൽകിയെന്നാണ് വാത്തൈന ഈസബിന മറിയമൽ ബജ്ജിനാത്ത് എന്നത് കൊണ്ട് എന്നതിനർത്ഥം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബജ്ജിനത്ത് എന്നത് ഖുർആന് ഉപയോഗിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ രേഖ എന്ന് പറയുമ്പോൾ ഈ എല്ലാ അർത്ഥങ്ങളും ഉദ്ദേശിക്കാൻ പാകത്തിലുള്ള ഒരു പദമല്ല രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ എന്തായിരുന്നു? ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയ ദൃഷ്ടാന്തങ്ങൾ അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോൾ അത് പറവയായിട്ട് പറന്നു പോകുന്നു. അതുപോലെ ജന്മന അന്ധരായിട്ടുള്ള ആളുകളെ സുഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള നിരവധി വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിന് നൽകിയതായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വിരൽ അതിനെ വേണ്ടത്ര വ്യക്തമാക്കാൻ പര്യാപ്തമല്ലാത്ത ഒരർത്ഥമാണ് ഇവിടെ രേഖ എന്നതിലൂടെ. മറിയമിൻ്റെ പുത്രൻ ഈസാക്ക് നാം വ്യക്തമായ രേഖ നൽകി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം ഖുർആന് നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിന് നൽകിയതായിട്ട് ഖുർആൻ തന്നെ പറയുന്ന ബയ്യിനത്ത്, അതായത് ദൃഷ്ടാന്തങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള യാതൊരു പരാമർശവും തുടർന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ കൊടുക്കില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ പ്രവാചകന്മാർക്കുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മുഅ്ജിസത്തുകൾ അവയെ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. അപ്പം ഇങ്ങനെ ഖുർആനിന് തെറ്റായിട്ടുള്ള അർത്ഥവും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനവും നൽകി അതിനെയാണ് അദ്ദേഹം ഖുർആനിൻ്റെ അകംപൊരുൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊണ്ട് മറ്റുള്ളവർ ചിലർ എഴുതിക്കണതാണ് എന്നൊരു വസ്തുത ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിന് ശ്രീനാരായണീയ വ്യാഖ്യാനം എന്ന് പറയേണ്ടി വരുന്നതും. മറ്റൊരിടത്ത് വലതജിദന്നഹും അഹറസന്നാസി, അതായത് 96-ാമത്തെ ആയത്തിന് അദ്ദേഹം നൽകുന്ന അർത്ഥം എന്താണ്? വലതജിദന്നഹും അഹറസന്നാസി അലാ ഹയാത്തിൻ മിനല്ലദീന അശ്റകൂ എന്നിടത്ത് മനുഷ്യരിൽ ഭൗതിക ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ് അവരെന്ന് നിനക്ക് കാണാം. സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികളെക്കാൾ അവർ ആർത്തിയുള്ളവരാണ്. മുമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകൾ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഖുർആന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സംഗതിയാണല്ലോ ഷിർക്ക്. അശ്റക എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്തു എന്നാണ്. അപ്പം അല്ലദീന അശ്റകൂ പറഞ്ഞാൽ ചെയ്ത ആളുകൾ, ഷിർക്ക് ചെയ്ത ആളുകൾ. ഇവിടെ അദ്ദേഹം അർത്ഥം പറയുന്നത് എന്താണ്? സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ. അപ്പം എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കിനെ പിടിക്കണമെന്ന് ചോദിച്ചാൽ, തൻ്റെ കൂട്ടുകാർ എന്നതിന് മാത്രമല്ല, താൻ ഏതൊരു പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണോ അദ്ദേഹം പറയുന്നത്, അവരിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനവും ചെയ്യുന്ന ഷിർക്കിനെ വെള്ളപൂശേണ്ടതുണ്ട്. അപ്പോൾ ശ്രീനാരായണീയ ഗുരു ആയാലും അദ്ദേഹവും അവരുടെ കാഴ്ചപ്പാടിൽ ദൈവമാണ്. അതുപോലെ ഒരുപാട് ദൈവങ്ങളുണ്ട്. അങ്ങനെയുള്ള ദൈവങ്ങളെ പൂജിക്കുന്ന, അതായത് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിച്ച് അവരെ ദൈവങ്ങളായി സങ്കല്പിച്ച് പൂജിക്കുന്ന ഈ പൂജ, അതിൽ നിന്ന് തൻ്റെ ആളുകൾ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് വല്ലദീന അശ്റകൂ പറഞ്ഞ സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ. ഇവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളെക്കാൾ കൂടി ജീവിതത്തോട് അത്യാർത്തിയുള്ളവരാണ് ജൂതന്മാരെന്നാണ് ഖുർആൻ പറയുന്നത്. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ എന്ന് അദ്ദേഹം ഇതിന് അർത്ഥം പറയുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി.
അതായത് ഖുർആനിലെ വാക്കുകൾക്ക് അടക്കം തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകമ്പൊരുൾ എന്ന് പറയുന്ന ഈ ക്ഷുദ്രകൃതി രംഗത്തിറക്കിയിട്ടുള്ളത് എന്നതാണ് വസ്തുത.